ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പഠിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ പ്രാക്ടീസ് ഒക്കെ എടുത്തിട്ട് വന്നേക്കണത്. നമുക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വീഡിയോ എടുത്തേക്കുന്നത് ക്യാമറ ഇങ്ങോട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ കാണാം നമ്മൾ എന്തൊക്കെ കാണിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മള് ബാക്ക് ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത് ഒരു പിടിയില്ല. ഒരു ബിന്ദുവിലോട്ട് നോക്കി സംസാരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിക്കുവാണ്. ക്യാമറ ഓൺ ആണല്ലോ ഇല്ലേ? ഒന്ന് നോക്കിക്കട്ടെ ആദ്യമേ. ഓണം. അപ്പൊ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്നലെ അല്ലേ ആയത്? മിനിഞ്ഞാന്നാണ് 18 മിനിഞ്ഞാന്ന് നമ്മൾ 100K അടിച്ചിരിക്കുകയാണ്. അതൊന്നുമില്ല, വേറെ ആക്ഷൻ മാത്രമേ. ഞങ്ങളെ 100K ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ആയില്ല. എന്നിട്ട് ഇതുപോലെ എന്തോ തിരക്കിട്ടൊരു പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആയത് ഞങ്ങൾ അറിഞ്ഞില്ല. 1 ലക്ഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. കഴിഞ്ഞ ഒരു 5-6-7 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയപ്പോഴത്തേന് നമ്മൾ തിരിച്ചറിഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മളൊരു 80,000 വരെ ഷൂക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആയ ആൾക്കാരാണ്. പിന്നെ അങ്ങോട്ട് എഴയുമായിരുന്നു. പാമ്പ് പോലും ഇത്ര നന്നായിട്ട് അയത്തില്ല. ഏതോ ഒരു വീഡിയോയിൽ പണ്ട് ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് വന്നായിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, അങ്ങനെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി അവര് തന്നെ അറിയാണ്ട് അവന് ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും പറയാണ്ട് ഇരുന്നത്. അങ്ങനെ പറയാണ്ട് നമ്മളൊരു മാർച്ചിലാണല്ലേ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതുവരെ നമുക്ക് യൂട്യൂബ് ചാനലില് വീഡിയോസ് ഇടണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. നൈസിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു, നൈസ് കുക്കിംഗ് വീഡിയോസും. ആ ചാനലിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചാനലിന്റെ ഉദയം, അതായത് ജെയ്സന്റെ ഫ്രണ്ട്സിലൊക്കെ കൂടി ചാനലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ജെയ്സൺ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള പുള്ളിയുടെ ഒരു ത്വരയുണ്ടല്ലോ, ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ആ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് പുള്ളി ഇടുന്നത്. ആ ആത്മാർത്ഥത കണ്ടപ്പോഴാണ് ഞാൻ ഇത് എന്താണ് ഇത്രയും പുള്ളി ആത്മാർത്ഥത ഇടുന്നത്, പിന്നെ എനിക്ക് വേണം ഒരു ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫോണാണെങ്കിൽ ഒരു പൊട്ട ഫോണാണ്, വിവോയുടെ ഫോൺ. അത് ഭയങ്കര ബ്ലറായിരിക്കും അതിനകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ജെയ്സനോട് പറഞ്ഞു. ആ സമയത്ത് ജെയ്സനും ഫ്രണ്ട്സും എല്ലാം കൂടി അവരുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമറ മേടിച്ചു ഒരുമിച്ച് ഇതായിപ്പോയി. അവരൊരു ക്യാമറ മേടിച്ചു. 2.5 ലക്ഷം രൂപയുടെ അങ്ങോട്ട് ക്യാമറ അവരെടുത്തിട്ടാണ് അവരുടെ ചാനല് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ജെയ്സന് പാവപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ജെയ്സൺ എന്ത് ചെയ്തു? അപ്പൊ ജെയ്സന്റെ ഫോൺ വേണ്ട, ക്യാമറയിലാണല്ലോ അവര് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാമോ, പ്ലീസ് തന്റെ ഫോൺ ഒന്ന് എനിക്ക് തരുമോ? ഒരു മാസം കൊണ്ട് തന്നു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിഞ്ഞാൽ ആക്കും. ആയില്ല എന്നുണ്ടെങ്കിൽ താൻ എടുത്തോളാൻ പറഞ്ഞു ഫോൺ. അങ്ങനെ 1 മാസത്തേക്ക് ഞാൻ കടം മേടിച്ചതാണ് ജെയ്സന്റെ ഫോൺ. ഇപ്പൊ ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഫോൺ OnePlus. ആ OnePlus ഫോൺ പുള്ളി ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു ഫോണാണ്. ഒരുപാട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കാശ് മുടക്കി ചെയ്യുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ ഈ OnePlus ഫോൺ പുള്ളിയുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനുമായിട്ട് ഇടിയാ. ഞാൻ സമ്മതിക്കത്തില്ല. ഒരു 10,000 രൂപയുടെ ഫോണിന്റെ ആവശ്യമുള്ളൂ, 40,000 രൂപയുടെ ഫോണിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിട്ട് ജെയ്സൺ പറഞ്ഞു ഒന്നും പറഞ്ഞ കാര്യമില്ല, ഞാനത് വാങ്ങുമെന്ന് പറഞ്ഞ് വാശിക്ക് പുള്ളി വാങ്ങിച്ച ഫോണാണിത്. അങ്ങനെ എനിക്ക് കടമായിട്ട് തരുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു, ഇടുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഓരോ സബ്സ്ക്രൈബേഴ്സും വരാൻ നേരത്തെ എന്തൊരു സന്തോഷമായിരുന്നു. അല്ല, എന്നെ സംബന്ധിച്ച് നാൻസിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ആണെങ്കിലും അവൾ അത്ര ആക്റ്റീവ് ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ ജസ്റ്റ് കയറുന്നേ ഉള്ളൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഇങ്ങനത്തെ വല്ലവരും ഉണ്ടോ ഈ ലോകത്തൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ വാട്സാപ്പ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം. പിന്നെ യൂട്യൂബ് ഇതുപോലെ ഓരോ വീഡിയോസ് ഒക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ പണ്ട് മുതലേ കാണുമായിരുന്നു. അല്ലാണ്ട് സോഷ്യൽ മീഡിയ ആയിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ എന്ത് ബോധം വെച്ചാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന്. എനിക്ക് എവിടുന്നാണ് ആ ഒരു ശക്തി കിട്ടിയത്? കാരണം ഒരു തോന്നല് വേണമല്ലോ. എന്തോ ആയിക്കോട്ടെ, എന്തൊരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തോന്നല്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ചുമ്മാ ഇരുന്ന് പറയും യൂട്യൂബ് ചാനൽ അങ്ങനെ പറയാത്ത മലയാളികൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. എല്ലാവർക്കും അതിങ്ങനെ ചുമ്മാ കളിയാക്കിക്കൊണ്ട് നമ്മള് പറയുമല്ലോ. അതേപോലെ നമ്മൾ ചുമ്മാ നമ്മളെ സംസാര വിഷയങ്ങളില് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. പിന്നെ നാൻസി വേറെ ജോലി കിട്ടി, അവളെ ജോലിക്ക് പോയി. ഞാനീ പറഞ്ഞ പോലെ എന്റെ കൊച്ചുമായിട്ട് ഞാൻ ഇടി പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. അവള് പറഞ്ഞിട്ടുള്ള ഉറക്കത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എന്റെ ഫുൾ റൊട്ടീൻ തെറ്റായിരുന്നു. ഉച്ചയ്ക്ക് എണീക്കുന്നു, എങ്ങനെയൊക്കെയോ തല്ലിക്കൂട്ടിയൊന്ന് ജീവിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു മാറ്റം വേണമെന്ന് തോന്നി കേട്ടോ. എനിക്കൊരു ചേഞ്ച്. കാരണം ഞാൻ എന്റെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ജേസന്റെ വീട്ടിൽ നിൽക്കാത്തതിന്റെ കുറച്ച് സാഹചര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പോയി വരാനുള്ള ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ എന്റെ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ എനിക്ക് തന്നെ ബോറടി ആയിപ്പോയി. ഞാൻ ഓർത്ത് പിന്നെ ജെയ്സന്റെ കേസിലാണെങ്കിൽ ജെയ്സൺ എന്നൊക്കെ പോത്തൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് അങ്ങനത്തെ കുറച്ച് വട്ടൊക്കെ ഉള്ളതാണ്. പോത്ത് വളർത്തൽ, മീൻ വളർത്തൽ, ഇതൊക്കെ ഉണ്ട്. 3 പോത്തുണ്ടായിരുന്നു. 3 പോത്തും ജെയ്സനും കൂടി ഇടിയാണ്. അപ്പൊ ഞാനേ ഈ പുള്ളിനെ ഈ പോത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം, എനിക്കൊരു ചേഞ്ച് വേണം. ഇതെല്ലാം കൂടി ആലോചിച്ചപ്പോ ഞാൻ ഓർത്ത് എറണാകുളത്തിന് വാടകയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു മാറ്റം വേണമല്ലോ. ആ മാറ്റത്തിന് പുറത്ത് ഞങ്ങൾ വാടകയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ആ വാടക വീട്ടിൽ വെച്ചാണ് ഞാൻ ഒരിക്കലും ഈ വീട്ടിലാണ് ഞാൻ നിന്നെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റി ഞാൻ ചിന്തിക്കത്ത് പോലും ഇല്ല. കാരണം അതിന് മാത്രം പണികൾ ഇവിടെ ഉണ്ടല്ലോ. പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് അതിനൊരു ഗ്യാപ്പില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേര് മാത്രമാണ്. പണികളൊക്കെ വളരെ കുറവാണ്. നമുക്ക് കുറെ നേരം നമുക്ക് ഗ്യാപ്പ് കിട്ടും. ആ ഒരു സമയത്താണ് ചാനൽ തുടങ്ങാന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല ജെയ്സൺ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിരിപിരുത്ത് നടക്കും. പുള്ളിയുടെ തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടുത്തെ അയൽവക്കത്തുള്ള കുറച്ച് കൂട്ടുകാര് അതെ വൈക്കത്ത് തന്നെ പുള്ളിക്കൊന്ന് കറങ്ങണേന് 200 രൂപ പെട്രോൾ വേണം. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ എറണാകുളത്തിന് പോകേണ്ടത്. അങ്ങനെ ഇങ്ങനെ പിരിപിരുത്ത് നടക്കും. അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളി വീട്ടിലുണ്ട്. അപ്പൊ കൊച്ചിനെ നോക്കാൻ പുള്ളി വീട്ടിലുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 3:30 സമയത്താണ് ക്യാമ്പിന് പോകേണ്ടത്. ആ നേരത്ത് പോയാൽ മതി. പുള്ളി കൊച്ചിനെ നോക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, പയ്യന വീഡിയോസ് ഒക്കെ ഇതുപോലെ കഞ്ഞിയൊക്കെ ഉണ്ടെന്ന് കറി വെക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ചേർത്ത് ഒന്നിട്ട്. അയ്യോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇവള് വീഡിയോ എടുത്ത്. പിന്നെ ആ സമയത്ത് എനിക്ക് സന്തോഷമായി ഇവള് വീഡിയോ എടുക്കുന്നത് കേട്ടപ്പോ. കാരണം ഭയങ്കര ഡിപ്രഷൻ, നൈസ് ഒന്ന് ചിരിക്കത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ പണ്ടത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഭയങ്കര ചിരിയും ബഹളവും അട്ടഹാസവും ഇടിയും ബഹളവും. സമയം പോകുന്ന അറിയത്തില്ല. പക്ഷെ കല്യാണം കഴിച്ചത് വെച്ച് എനിക്കൊരു സ്വാതന്ത്ര്യത്തിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പഴയ പോലെ തന്നെയാണ്. ഒന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് അത്ഭുതം. ഒരു പ്രശ്നവും ഇല്ല. ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനൊക്കെ നമ്മളൊന്നും നോക്കണമില്ല. അങ്ങനെ പോലും വേണ്ട. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൈസ് ഇങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം നടക്കണ കാണുമ്പോഴത്തേനും അമ്മ പറയും ആ ചെറുക്കനൊന്നും നീ നോക്ക്, ഫുഡൊക്കെ എടുത്ത് കൊടുക്ക് കറക്റ്റ് സമയത്ത്. നൈസ് അങ്ങനെ നൈസ് ഇപ്പോഴും മറ്റേ കൂട്ടുകാരെ പോലെ വേണേ പറയും വേണമെങ്കിൽ പറയും അങ്ങനെ. അല്ലാണ്ട് ചേട്ടാ ചോറെടുക്കട്ടെ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. പുള്ളി ഒന്ന് ചോദിക്കണം എന്ന് അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ പുള്ളി അങ്ങനെയുള്ളൂ. വിശക്കുമ്പോ ചോദിച്ചോളൂല്ല, അപ്പൊ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. പുറകെ നടന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ട് തലോട് നടക്കുകയൊന്നും വേണ്ട. സ്വന്തം കാര്യം നടന്നോളും. ഞാൻ എന്റെ കാര്യം നോക്കി നടക്കാൻ പറ്റും. പിന്നെ അതിനിടയ്ക്ക് ഈ കുട്ടി വന്നു, ഉറക്കമില്ലായ്മ വന്നു, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദേഷ്യവും കലിപ്പ് പറഞ്ഞ പോലെ ആരോടും ദേഷ്യപ്പെടാൻ പറ്റുന്നില്ലെന്നേ. ജെയ്സന്റെ കേസിൽ ജെയ്സനോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ പുള്ളി എന്താ വേണ്ടത് നൈസ് കുട്ടി കൊല്ലം തിന്നാൻ പിടിക്കട്ടെ തീർന്ന്. അതെ ഞാൻ ഇന്നലെയും കൂടി ഓർത്ത്. ഇന്നലെ പുള്ളി ജെയ്സൺ ചേട്ടൻ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേന് നൈസ് കിടാവുന്ന പഴംപൊരി മറ്റേ സമോസ ഉള്ളിവട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ചേട്ടൻ പുറത്തു പോയിട്ട് വരുമ്പോ നൈസിക്ക് ഉണ്ടാവും ഒരു പൊതി പഴംപൊരിയും മറ്റേ ഉള്ളിവടയും എല്ലാം മേടിച്ച് സമൂസയൊക്കെ മേടിച്ചോണ്ട് വരും. അപ്പൊ നൈസിക്ക് വളരെ ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷെ നമുക്കത് ഇങ്ങനെ സാധിച്ചു കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അപ്പനും അമ്മയും അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാം മേടിച്ചോ അങ്ങനെയൊന്നും പറയുന്ന ടൈപ്പ് അല്ലായിരുന്നു. അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് മേടിച്ചു. അമ്മ എങ്ങനെയാ അറിയാവോ, പുറത്തു പോകാൻ നേരത്ത് വെള്ളത്തിന്റെ കുപ്പിയും കൂടി കൊണ്ടു കിടക്കുവേ. എന്നിട്ട് കുടിച്ചു. അമ്മയ്ക്ക് ഈ പറഞ്ഞ പുറത്തുനിന്ന് കുടിക്ക് ഇഷ്ടമില്ലാണ്ടാണ്. അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ജെയ്സന്റെ കൂടെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ലാവിഷ നമ്മൾ ചൂണ്ടിക്കടിക്കണൊക്കെ മേടിച്ചു തരും. അത് എല്ലാം മേടിച്ചു തരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. ആ ഡിപ്രഷന്റെ അവസ്ഥയിൽ എനിക്ക് ആരുടെ ഒന്ന് കയറക്കണമല്ലോ. അവരോട് ജെയ്സനോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെ ദേഷ്യപ്പെടാനായി. ഈ വെളുപ്പാങ്കാലത്ത് പോയി ജോലിയും കഴിഞ്ഞ് വന്നിട്ട് അമ്മയ്ക്ക് പല പല പ്രശ്നങ്ങൾ, ഇവിടെ വേദന ഇവിടെ വേദന മുട്ടുവേദന ഫുള്ള് വേദന. ആരുടെ ദേഷ്യപ്പെടാൻ പറ്റിയ ആരുമില്ല. അപ്പൊ ഞാൻ കടിച്ചമർത്തും. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നടക്കുക എന്നൊരു മാർഗമുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു മാറ്റം വേണമെന്ന് തോന്നിയിട്ട് ഞാൻ വാടക വീട്ടിലോട്ട് പോകുന്നത്. വാടക വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ ആപ്പില് യൂട്യൂബ് ചാനൽ പറഞ്ഞല്ലോ, ഫോൺ ജെയ്സന്റെ കടമ മേടിക്കുന്നു, ചാനൽ തുടങ്ങുന്നു. എഡിറ്റിംഗ് പഠിച്ചത് ജെയ്സൺ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇച്ചിരിയൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ വീഡിയോ എടുക്കും. ഒരു 1.5 മണിക്കൂറൊക്കെയുള്ള വീഡിയോ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഈ പുള്ളിയുടെ കൊടുക്കും എഡിറ്റ് ചെയ്യാനായിട്ട്. ഈ പുള്ളി എന്താ ചെയ്യണമെന്ന് അറിയാമോ, ഞാൻ അരി കഴുകണമെന്നൊക്കെ 5 മിനിറ്റ് ഉണ്ടാകും. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യമൊക്കെ പറയേണ്ട ഒരു സീൻ ഉണ്ടാകും. ആ സീൻ പടപടയെ കൊണ്ട് ഓടിച്ചു പോകും. കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഓടിച്ചങ്ങോട്ട് വിടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പുള്ളിനെ കൊണ്ട് എഡിറ്റ് ചെയ്ത് ശരിയാവത്തില്ല ഫുള്ള്. കാരണം 1.5 മണിക്കൂറുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ക്ഷമ ആണുങ്ങൾക്ക് ഉണ്ടാകുമോ, അതോ അടുക്കള ജോലികളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ജെയ്സന്റെ എഡിറ്റിംഗ് എനിക്ക് തീരെ പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എഡിറ്റിംഗ് എന്നെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. ഇങ്ങനെയല്ല തമ്പനയിലൊക്കെ ജെയ്സൺ ഉണ്ടാകുന്ന തമ്പനയിൽ ഒരാള് പോലും കാണുന്നില്ല.
പരാതി പറയുക നൈസ് ഉണ്ടാക്കിയാലും ആരും കാണുന്നില്ല. എന്നാലും ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞിട്ട് വേണ്ട എന്നെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇച്ചിരിയൊക്കെ പഠിച്ച് വെറും ബാലപാട് ഇപ്പോഴും അത്ര ആയിരത്തുള്ളൂ, ഒന്നും അറിയത്തില്ല. എങ്ങനെയാണ് ഒരു വീഡിയോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണമല്ലോ, ആ സ്പ്ലിറ്റ് ചെയ്യണത് എങ്ങനെയാണ്, വേണ്ടാത്ത വശം കളയണത് എങ്ങനെയാണ്, വോയിസ് കളയണത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചു തന്നു. പിന്നെ ഞാൻ എഡിറ്റിംഗ് ആയി. എഡിറ്റിംഗ് പൊന്നെ ആദ്യം ചെയ്യണ സമയത്ത് എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മള് വേണ്ടപ്പെട്ട സാധനം ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും നമ്മൾ അറിയാണ്ട്. പിന്നെ അത് നമ്മൾ തിരിച്ചെടുത്ത് എങ്ങനെയാണ് വേണ്ട സ്ഥലത്തോട്ട് പ്ലേസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത് പിന്നെ എഡിറ്റ് ചെയ്യും. വട്ട് പിടിക്കും കേട്ടോ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ദേഷ്യം വരും. അതിനിടയ്ക്ക് ഇതുപോലെ അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ ഇടും. ആദ്യമായിട്ട് ഞാൻ ഇട്ട വീഡിയോ അനിയത്തി തയ്ച്ചു തന്ന ഡ്രസ്സുകളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 ഡ്രസ്സ് ഇവളാണ് ഷൂട്ട് ചെയ്ത് നോക്കുന്നത്. ഇവളെ കൊണ്ട് ഷൂട്ടൊക്കെ ചെയ്യിക്കും. കഴിയത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഈ ജോലി സ്ഥലത്തുനിന്ന് ഞായറാഴ്ച വന്ന് വീട്ടില് വിശ്രമിക്കാൻ വേണ്ടി വരുമായിരിക്കും. ഞാൻ രാവിലെ ഏതാണ്ട് 11 മണി വരെ കിടന്ന് ഉറങ്ങും. പിന്നെ എഴുന്നേറ്റ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്ത റൗണ്ട് ഉറങ്ങാൻ പോകുന്നതാണ്. അതിനിടയ്ക്കാണ് ഞാൻ വിളിച്ചു തരും, ഒന്ന് എടുത്തു താടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് എടുത്തു തരും. എടുക്കുക തന്നെ എങ്ങനെയാ, ചുമ്മാ ഇങ്ങനെ നിന്ന് എടുക്കുവേ, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. എനിക്ക് മടിയാവും. ഒന്നാമത്തെ കഴിയില്ല. അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ സീറോ ഇൻട്രസ്റ്റ് ആണ്. നൈസി എന്തെങ്കിലും കാണിച്ച് സന്തോഷമായിട്ട് നടന്നോട്ടെ എന്നുള്ള മൈൻഡാണ്. എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരല്ലേ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കും ചത്ത പോലെ. അപ്പൊ നൈസി അല്ല പിന്നെ അതും പറഞ്ഞ് രണ്ടുപേരും ഇടി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഞാനില്ല, ഞാൻ പോണ് വരല്ലേ, ഒന്നെങ്കിലും എടുത്തതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ വല്ലോ അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൊണ്ടാണല്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്റെ ദേഷ്യം അതായത് നൈസ് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. അതെ അതാണ് പ്രശ്നം. ഇവളെങ്ങനെ പറയാം, ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. മൂക്കത്ത് ചുണ്ടിയാണ് ഞങ്ങളുടെ അപ്പനെ പോലെ. അപ്പന്റെ ദേഷ്യം ഇവിടെ ഇങ്ങനെ മൂക്കത്ത് ദേഷ്യ. എന്ത് പറഞ്ഞാലും പുള്ളിക്കാരത്തിന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ദേഷ്യപ്പെട്ട് എനിക്ക് മറ്റതാ, അതായത് എന്റെ അതിനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്ന പോലത്തെ തോന്നൽ വരുമ്പോ എനിക്ക് കട്ടക്കലപ്പിലെ വീഡിയോ എടുക്കണത് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് നീ നിക്കാത്തന്നെ കുഴപ്പ, നീ മര്യാദ നിക്കാത്തന്നെ കുഴപ്പമെന്നൊക്കെ പറയാം. നൈസ് അടിപൊളി കാണികളെ ഇവിടെ സൂം ചെയ്യണം, അവിടെ സൂം ചെയ്യണം, ഇത് കളിച്ച് പിടിച്ച് നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കേട്ടോ. ആരും കണ്ടില്ല. 500-600 പേര് തന്നെ കണ്ടോളൂ. ഞാൻ ഇങ്ങോട്ട് ഓരോ ദിവസം ഇങ്ങനെ എത്ര പേര് കാണുന്നുണ്ടെന്നിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും. അതൊരു ഭയങ്കര ഒരു അവസ്ഥ. അത് ഈ യൂട്യൂബ് ചാനൽ നടക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ആദ്യം ഓരോ സബ്സ്ക്രൈബേഴ്സ് തരുന്നതും നമ്മൾ ഇടുന്ന വീഡിയോ എത്ര പേര് കാണുന്നു, അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ആ സമയത്ത് നമുക്ക് അത് തന്നെ. എനിക്ക് പിന്നെ വേറൊരു പണി ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം നൈസ് അമ്മയ്ക്ക് എന്തോ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന എന്തോ ഒരു വീഡിയോ ഒരു ഷോർട്സ് ഇട്ട്. ഈ പണ്ട് ഇതുപോലെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് വട്ടായിരുന്നു കേട്ടോ പലഹാരമൊക്കെ. അപ്പൊ ആ ഷോർട്സ് ഇട്ടപ്പോഴത്തേന് എനിക്ക് ഞാൻ ജോലി സ്ഥലത്താണ്, അങ്ങോട്ടേക്ക് അമ്മ വിളിക്കുന്നത്, എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുന്നത്. ഏതാണ്ട് നട്ടിച്ച നേരത്തേതാണ്. എന്നെ അങ്ങനെയൊന്നും ആരും വിളിക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സമയത്തൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ രാത്രിയിൽ ഞാനിങ്ങോട്ട് വിളിച്ചാലായി. അത് പറഞ്ഞിട്ടുണ്ടാക്കും. ഞങ്ങളുടെ അമ്മ എങ്ങനെയാന്ന് അറിയാമോ, നമ്മളിപ്പോ ഒരു സ്ഥലത്തോട്ട് പോകുകയെന്ന് വിചാരിച്ചോ, നമ്മള് പോകുക, അമ്മ വീട്ടിൽ പോകുന്ന കരുതിക്കോ, നമ്മള് പോയിട്ട് തിരിച്ച് വന്നാൽ നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇടയ്ക്ക് അവിടെ എത്തിയാ പുറപ്പെട്ട അങ്ങനെയൊക്കെ വിളിക്കുന്ന അമ്മമാരുണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പല്ല. പക്ഷെ ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. നമ്മള് പോയി കഴിഞ്ഞാൽ പിന്നെ പോയ വഴി. പക്ഷെ ഇപ്പൊ അത് മാറി. പരാതി പറഞ്ഞ് ഇപ്പൊ വിളിക്കും, എവിടെയാ അപ്പൊ ഞങ്ങൾ മതി വരുമ്പോൾ വെച്ചോ. അങ്ങനെ അപ്പം അങ്ങനെ തന്നെ വിളിച്ച ഒരു ദിവസം അമ്മ ഭയങ്കര സന്തോഷത്തിലൂടെ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനലും വീഡിയോസ് ഇടുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് കുട്ടിന്റെ പീരീഡ് ഇടണ പോലെ പ്രോത്സാഹനം തരും. അങ്ങനെ ഭയങ്കര നമ്മൾ എന്ത് കുഞ്ഞു കാര്യം കാണിച്ചാലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആൾ അമ്മയാണ്. ഇപ്പൊ പണ്ട് ഞാൻ നൈസും ചെറുതായിട്ടൊക്കെ ഒന്ന് വരയ്ക്കുമായിരുന്നു. വരച്ച് കാണാൻ പേപ്പർ വരെ എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ട് ആരെങ്കിലും വിരുന്നുകാരെ വരുമ്പോഴായിരിക്കും നമ്മൾ ആ പേപ്പർ കാണുന്നത്. അത് നമ്മൾ വരച്ചേക്കുന്നത് പൊട്ടപ്പാടായിരിക്കും. അതെടുത്തോണ്ട് വന്ന് കൊച്ചു വരച്ചാന്ന് പറഞ്ഞ് കഴിയുമ്പോ ഞങ്ങൾക്ക് നാണം വരും. എനിക്കാണെങ്കിൽ ഞാൻ ചമ്മി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഏത് വഴി ഓടും എന്നുള്ള രീതിയിലേക്ക്. അത് പോട്ടെ, കാണിക്കുന്നതും കുഴപ്പമില്ല. നമ്മളെ പുകഴ്ത്തൽ സെക്ഷൻ കാണാൻ നോക്കിക്കേ. അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇത് കാണാൻ. ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് നല്ലാന്ന് പറയുന്നത് നോക്കിക്കേ, കണ്ണൊക്കെ കണ്ടോ വരച്ചു വെച്ചേക്കണത് പറഞ്ഞേ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് ഒരുമാതിരി മറ്റേ രക്ഷപ്പെടണമെങ്കിൽ ഇത് നല്ലാന്ന് പറഞ്ഞാൽ പറ്റുള്ളാന്ന് പറഞ്ഞിട്ട് നല്ലാന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ അത്രയും
നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയാണ് നമുക്കുള്ളത്. അപ്പോഴത്തേനും അമ്മ ഇതേപോലെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി അന്ന്. കാരണം ആ ഷോർട്സ് ഒരു 10-20,000 പേരോളം അതുവരെ 500 പേരൊക്കെ കാണുമോ. 19K ആയെന്ന് പറഞ്ഞോണ്ടാ നാൻസി നൈസ് കുട്ടിയുടെ ഒരു വീഡിയോ 19K ആയടി വൈറലായടി എന്നൊക്കെ 19K വൈറലായി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷായി. കാരണം നമുക്ക് 1K എന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ച് അപ്പൊ 19K ആയ ഒരു ഷോർട്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അയ്യോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 വീഡിയോസ് 1K 1K 2K 3K അങ്ങനെയൊക്കെ. ആദ്യമൊക്കെ ഇതുപോലെ 500-600 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. 600 പേര്. ഞാൻ ഇപ്പോഴും ഓർക്കണം. ഞാൻ റിസൈൻ ചെയ്ത് വരുമ്പോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങോട്ട് വന്നു, ഇവള് വരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ വീട്ടില് വീണ്ടും ഒരുമിക്കുന്നു. എല്ലാരും ഒരുമിച്ച് വരുമ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ചാട്ടോ വരണേ. ഞങ്ങൾ പ്ലാൻ ചെയ്താ വരുന്നത്. ഞാൻ ഐസിടുത്ത് പറഞ്ഞു ഈ വർഷം ഇനി റിനോവ് ചെയ്യേണ്ട, മറ്റേ ഇവരുടെ വാടക വീട് 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം നവംബറിൽ അതെ. ഞാൻ റിസൈൻ ചെയ്തിട്ട് 1 വർഷമാവാൻ പോവാൻ നവംബർ 30-ാം തീയതി. അപ്പോഴത്തേന് നവംബറിൽ നൈസിയും ഇവരുടെയും ടൈം പീരീഡ് കഴിയും. ഞാനും നവംബറിൽ റിസൈൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്, റിസൈൻ ചെയ്ത് വരുന്നത്. അങ്ങനെ 1 മാസം നമ്മളെല്ലാരും ഒന്നിച്ച് വരുന്നു. നവംബറിൽ വീട്ടിലോട്ട് തിരിച്ചു വരുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് 600 ചില്ലറ. കുറച്ച് വീഡിയോസ് ഇടുന്നു, ഇച്ചിരി പേരൊക്കെ കാണുന്നു, ഒരു 500-600 പേരൊക്കെ കാണുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവള് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഇവള് ഫുൾ ആസ്വദിക്കുകയാണ്. അത്ര നാളും ജോലി ചെയ്തതിന്റെ ഇത് ആസ്വദിച്ച് ഉറങ്ങും തന്നെ. ഉറക്കത്തോടെ 1.5 വർഷമായിട്ട് മിഷീനെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവള് പഠിക്കുന്ന സമയത്ത്, ജോലി സമയത്തൊന്നും മിഷീൻ തൊടുത്തുണ്ടായിരുന്നില്ല, യൂസ് ചെയ്യത്തേ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രം ചെയ്യുന്നല്ലാണ്ട് 1.5 വർഷം ഒരു ഉടുപ്പ് തയ്ക്കത്തുണ്ടായിരുന്നില്ല. ഓയിൽ പോലും മാറ്റാണ്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആൻസിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. മൂൺ ഗോഡസിന്റെ ഒരു ഉടുപ്പുണ്ട്. ആ ഒരു നിങ്ങൾ കണ്ടു കാണും, ബ്ലാക്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് വന്ന, ആലിയാക്കെട്ടിൽ വന്ന പൂവൊക്കെ വന്ന ആ ഒരു ഉടുപ്പ് നമുക്ക് റീക്രിയേറ്റ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ ആൾക്കാർ കുറെ പേര് കാണുമായിരിക്കും എന്ന് പറഞ്ഞേ. അപ്പൊ ആൻസി പറഞ്ഞു നമുക്ക് ചെയ്യാം. അങ്ങനെ ആ ഒരു ഉടുപ്പ് ചെയ്യാനിരുന്നിട്ട് എത്ര നാളെടുത്തടി. ഒരു ദിവസം 4,000 മണിക്കൂറാണ് നമ്മുടെ വീഡിയോ മോണിറ്റൈസേഷൻ ആവാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ജെയ്സനെ വെല്ലുവിളിച്ചേക്കുവാണ്. 4,000 മണിക്കൂർ ഞാൻ പുല്ല് പോലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4,000 മണിക്കൂറുമാണ് മോണിറ്റൈസേഷൻ ആവാനായിട്ട്. നമുക്ക് മോണിറ്റൈസേഷൻ ആവാം. മോണിറ്റൈസേഷൻ ആയ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ആയിട്ട് $100 ആയാലും നമുക്ക് പൈസ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഇടുന്ന ഈ ഡേ ഇൻ മൈ ലൈഫിനൊക്കെ വീഡിയോ 500-600 പേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ 10 മണിക്കൂർ 9 മണിക്കൂർ ഒക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഈശ്വര 400 വീഡിയോ ഞാനപ്പോ ഇടണം. 10 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 4,000 മണിക്കൂർ ആവാൻ. ഞാൻ എന്റെ ഫ്രണ്ട് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞേ, നൈസ് വീഡിയോ കിട്ടുന്നുണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞേ, എടാ രക്ഷയില്ലടാ, 400 വീഡിയോ 1 വർഷത്തിൽ ഞാൻ എങ്ങനെ ഇടുമെന്ന് പറഞ്ഞാൽ ആലോചിച്ചോണ്ടിരിക്കണത് എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. 400 വീഡിയോ ഇടാണ്ട് എങ്ങനെ ആവുന്നത്? 10 മണിക്കൂറല്ലേ കിട്ടുന്നുള്ളൂ എനിക്ക് മിനിമം. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, രക്ഷയില്ല, ഒരു കാര്യം ചെയ്യാം. ഈ അടുക്കളയിലുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. അതിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, മീഷോയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ആ ഒരു വഴി പിടിക്കാന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, നാൻസിക്ക് അറിയാം, നാൻസി ഇപ്പോഴായിരിക്കും അറിയാൻ പോകുന്നത്, എനിക്കും ഗിയാരിക്കും കൂടി ഡ്രസ്സ് എടുക്കാനായിട്ട് 2,000 രൂപ തരുന്നു. നിനക്ക് അതിൽ പങ്കുണ്ട്. 2,000 രൂപ തരുന്നു എന്റെ കയ്യിൽ തരുമ്പോ ഞാൻ ആലോചിച്ചേ, ഇതൊരു കാര്യം ചെയ്താലേ, ഈ പൈസക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുപ്പികള്, ഈ മസാലയൊക്കെ ഉണ്ടാക്കുന്ന കുപ്പികള്, അത് മാത്രമല്ല ഓൾറെഡി നമുക്ക് ഇതുണ്ട്, ഗ്യാസ് സ്റ്റവും മിക്സിയൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് വാടകയ്ക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ അത്ര ഐറ്റംസ് കയ്യിലുണ്ടല്ലോ. കുറച്ചും കൂടി സാധനങ്ങൾ മേടിക്കുവാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് അടുക്കള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇറക്കിയാലോ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഐറ്റംസും കൂടി വാങ്ങുന്നു. അങ്ങനെ വാങ്ങിയിട്ട് ഈ ഗ്ലാസ് സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന സാധനം, ഗ്ലാസ് തൂക്കിയിടുന്നതും, കുറച്ച് കപ്പും, അങ്ങനത്തെ കുറച്ച് ഒരു 10,000-2,000 രൂപയ്ക്കുള്ള സാധനം ഞാൻ വാങ്ങിച്ചിട്ട് അതെടുത്തിട്ട് ഫ്ലിപ്കാർട്ട് അടുക്കള എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അങ്ങോട്ട് ഇട്ട് അതിട്ട പാടെ തന്നെ കേറാൻ തുടങ്ങി. ഒരു 5,000 പേരാകുന്നു, 10,000, 15,000, 20,000 പേര് കാണുന്നു. എനിക്ക് ഏതാണ്ട് എത്രയായി, 1,500-2,000 മണിക്കൂർ ഏതാണ്ട്. അയ്യോ, എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു പറയാ. ഈശ്വരാ, ഞാനിപ്പോ തന്നെ മോണിറ്റൈസേഷൻ ആകും, ഈ ഒരു വീഡിയോ ഞാൻ ആകുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. ആ സമയമായപ്പോ ഒരു 25,000 ആയപ്പോ അതങ്ങോട്ട് സ്റ്റക്കായി. പിന്നെ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞാൻ ആ കാര്യം വിട്ട്. കാരണം 2,500 മണിക്കൂറിൽ എനിക്ക് നിൽക്കുവാണ്. 2,500 പോയിട്ട് ബാക്കിയും കൂടി വേണമല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യും? 1,500 മണിക്കൂറിനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഓടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നിരിക്കുമ്പോ 25,000 കിടന്ന വീഡിയോ പിന്നെയും ഓടാൻ തുടങ്ങി. കുറെ നാൾ അനങ്ങാണ്ടിരിക്കുവായിരുന്നു, പിന്നെ ഓടാൻ തുടങ്ങി. ഒരു 10:54 ഒക്കെ ആയി. ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്ത്, പിന്നെയും മണിക്കൂർ കൂടി വേറെ ഒരു 700 മണിക്കൂറും 300 സബ്സ്ക്രൈബേഴ്സും കൂടി വേണ്ട സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. 700 മണിക്കൂറും കൂടി കിട്ടിയാൽ മതി. ആ 700 മണിക്കൂറിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ മൂൺ ഗോഡസിന്റെ റീക്രിയേഷൻ ചെയ്യാന്നുള്ള രീതിയിൽ ആ കുർത്തി തയ്ക്കുന്നത്. ഒരു വർഷം ആകാൻ പോകുന്നു. ഒരു വർഷം ആകാൻ പോകുന്നു. വീട്ടിലോട്ട് പോയ സമയത്താണ് ചാനൽ തുടങ്ങുന്നത്. അപ്പൊ ഒരു വർഷം 2 മാസം കൂടി ആയിട്ടുണ്ടെങ്കിൽ 1 വർഷം കംപ്ലീറ്റ് ആകും. വീഡിയോ ഓൺ ആണെന്ന് നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മുഴുവൻ വെറുതെ ആകൂല്ലേ. അങ്ങനെ ഉണ്ട്. 2 മാസം കൂടി ഉള്ളൂ. 700 മണിക്കൂർ കൂടി വേണം. അപ്പൊ ഞാൻ നാൻസിനോട് പറഞ്ഞു മണിക്കൂർ നമ്മുടെ വേസ്റ്റ് ആവും. കാരണം നൈസ് ഒരു ഫുൾ വേസ്റ്റ് ആകും. 3300 അങ്ങനെ ഏതാണ്ടും അവേഴ്സ് നമുക്ക് ആക്കി വെച്ചു. അപ്പോഴേക്കും ഇനി വെറും 700 മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മൾ 2 മാസം നമുക്ക് സമയമുണ്ട്. അപ്പൊ അത് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവരുതല്ലോ. നമ്മൾ 2 മാസം കുറച്ച് നന്നായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഇഴഞ്ഞും വലിഞ്ഞാണെങ്കിലും നമുക്ക് 4000 മണിക്കൂർ തികയ്ക്കാമല്ലോ. തികച്ചു കഴിഞ്ഞിടത്ത് നമ്മൾ ആ ഒരു കടമ്പ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നൈസ് എന്റെ അടുത്ത് ഈ ബ്ലാക്ക് കുർത്ത് നമുക്ക് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ചെയ്തു. അതിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. അതിന് ഒരു 5,000 പേര് ആ വീഡിയോ എങ്ങാണ്ട് കണ്ട് ഷോർട്സും ഈ പറഞ്ഞ പോലെ താരതമ്യേന നമ്മൾ ഇടുന്നതിനേക്കാളും സ്പീഡില് കയറി. ഒരു 10,000-30,000 ഒക്കെ ഷോർട്സ്. സാധാരണ ഇടുന്ന ഷോർട്സ് തന്നെ 2,000-3,000 പേര് മാക്സിമം, അതിനപ്പുറത്തോട്ട് പോവില്ലല്ലോ. അപ്പൊ ഒരു 20-20-25-30 അങ്ങനെ സംതിങ് അങ്ങോട്ട് കയറി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ ഈ ഐറ്റംസ് ഫ്രെയിമിലില്ല. അതായത് എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനായിട്ട് താല്പര്യമില്ല. ഇവർക്ക് താല്പര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ താല്പര്യമേ ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇത്രയൊക്കെ ആക്കി നമുക്ക് എങ്ങനെയെങ്കിലും 4000 മണിക്കൂർ ആക്കാന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. ആ വീഡിയോയിൽ ഞങ്ങൾക്കുണ്ടല്ലോ, ആ വീഡിയോയിൽ ഒരു 70 മണിക്കൂർ കിട്ടി കേട്ടോ. ആ വീഡിയോയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. 70 മണിക്കൂർ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മുടെ ആൾക്കാർ കാണുന്ന വീഡിയോയ്ക്ക് മണിക്കൂർ കിട്ടും. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ, അല്ലെങ്കിൽ കാണില്ല. അതിപ്പോ ആരും ആയിക്കോട്ടെ. യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ആർക്കും വേണ്ടി ഒന്നും ഫേവർ ചെയ്യുന്നില്ല. നമ്മൾ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്, ആൾക്കാർ അത് ഇൻട്രസ്റ്റോടെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര നേരം നമ്മളൊരു വീഡിയോ കാണുന്നു എന്നതിനനുസരിച്ചാണ് അടുത്ത ആളോട്ട് റെക്കമെൻഡേഷൻ ആയിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ നോട്ടിഫിക്കേഷൻ പോവില്ല. അതാണ് ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല നല്ല രീതിയിലൂടെ പടപടപടയെന്ന് പറഞ്ഞ് പോകും. നന്നായിട്ട് വൈറലായി നമ്മളതൊക്കെ ഇങ്ങനെ നിൽക്കത്തുള്ളത്. എന്തെങ്കിലും നമ്മുടെ പള്ളിപ്പെരുന്നാൾ വരുന്നത് ജനുവരിയിൽ പള്ളിപ്പെരുന്നാൾ വരുന്നു. പള്ളിപ്പെരുന്നാളിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിട്ട് ഒരു ഡ്രസ്സ് ചെയ്ത് എനിക്ക് അപ്പോഴത്തേനും മറ്റേ മൂൺ ഗോഡസിന്റെ ഡ്രസ്സ് എനിക്ക് ഒരെണ്ണം ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നു. ഒരെണ്ണം അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെയും പഴയ ഫോമിലോട്ട് എത്തി. ഇനിയും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പള്ളിപ്പെരുന്നാൾ ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ് ചെയ്ത് ആ ഡ്രസ്സ് ചെയ്തത് ഞങ്ങള് പള്ളിയിലിട്ടോണ്ട് പോയി. പള്ളിയുടെ വാതിക്കൽ ഞാൻ ചുമ്മാ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. അത് ശരിക്കും ഇത് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോക്ക് വേണ്ടിട്ടല്ല ഞാൻ പെർമിഷൻ കൊടുത്തത്. ഈ ഡ്രസ്സ് എനിക്ക് ഇട്ടിട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതേതാണെന്നറിയാമോ നിങ്ങൾക്ക്? കാണുന്നവർക്ക് മനസ്സിലാകും. ഒരു ഫുൾ കൈ വെച്ചിട്ട് ഒരു ലാവണ്ടർ കളറാണോ? ലാവണ്ടർ കളറിൽ ഫ്രണ്ടിൽ നിന്ന് സ്ലിറ്റ് വരുന്നത് പലാസോ പാന്റ് ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു സാധനമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചാൽ. എന്റെ ചുറ്റിന് നിന്ന് എല്ലാരും ഇവരൊക്കെ പറയുന്നത് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോനേസി കൊള്ളത്തില്ല കാണാനായിട്ട്. എന്നാണ് വീഡിയോ എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞേ എന്നാ ഒന്ന് വീഡിയോ എടുത്ത് എന്നെ കാണിക്ക്, ഭംഗിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാവിലെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ പള്ളിയിൽ ഇട്ടോണ്ട് പോകുന്നതിന് തൊട്ട് മുന്നേ വരെ ഇരുന്ന് തയ്ച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനോ നോക്കാനോ ഉള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഷോർട്സിന് വേണ്ടിയിട്ട്. ഇടക്കിടക്ക് ഞാൻ ക്ലിപ്പ് എടുക്കുന്നുണ്ട്. ഇവള് ധൃതിക്ക് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ക്ലിപ്പ് എടുത്ത ഒരു ഷോർട്സിനുള്ള വകുപ്പ് ഞാൻ ഒപ്പിച്ചോണ്ടിരിക്കുകയാണ്. പറമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് കാണാൻ വേണ്ടി എടുത്ത വീഡിയോയാണത്. അത് പക്ഷെ പിന്നീട് നൈസി ഷോർട്സ് ആയിട്ട് അതിന്റെ കഥ പറയാവേ. അത് ഇവിടെ ഞങ്ങൾ വരുന്നു ഉടനെ ഒന്നും ഇടുന്നില്ല. കാരണം ആ സമയം കൊണ്ട് തന്നെ ഞാനും ഈ പറഞ്ഞിട്ടുള്ള ആരും വീഡിയോ കാണുന്നില്ല. എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, വീഡിയോ ഇട്ട് കാര്യമില്ല. അത് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ചേർന്ന് ഞാനും നാൻസിയും കൂടി. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ആനക്കാരിയായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 2-3 മണിക്കൂർ അലച്ചിലും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ടയേർഡ് ആകുമല്ലോ. ഭയങ്കര വെയിലല്ലേ. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പൊ ഞാനൊരു ദിവസം ഈ ഗാലറിയിൽ ഈ വീഡിയോ എടുക്കാന്നുകൊണ്ട് കുറെ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. കാരണം
ഡ്രൈവിംഗ് പഠിച്ച് തിരിച്ചു വന്ന് കഴിയാൻ നേരത്ത് കിയാര അംഗനവാടിയിലായിരുന്നു ആ സമയത്ത് പോകുന്നത്. അവള് വരുന്നു. അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, അവളുമായിട്ടുള്ള ഇടിപിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഗാലറി കിടക്കുക ഞാൻ ഇടുന്നില്ല. ഒരു ദിവസം ഇതുപോലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒരു 7 മണിക്ക് അപ്പൊ ഞാൻ നാൻസിനോട് പറഞ്ഞേ എടി നിന്റെ ടൈറ്റിൽ ഒന്നും ശരിയല്ല, ആ ടൈറ്റിലൊക്കെ ഇട്ട് ആരും കാണിയല്ല. ഞാൻ ടൈറ്റിൽ പറഞ്ഞു അല്ല അങ്ങനെ കുറ്റം പറയുമായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞേ ഒരു കാര്യം ചെയ്യും, ഈ വീഡിയോക്ക് ടൈറ്റിൽ നീ പറഞ്ഞു തരാൻ പറഞ്ഞ് ഇവിടെ പറഞ്ഞേ ഒരു കാര്യം ചെയ്യും, നിന്റെ ഉടായ്പ ടൈറ്റിലൊന്നും വേണ്ട, ഔട്ട്ഫിറ്റ് ഫ്രം സാരി. കാരണം അതൊരു സാരി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മെറ്റീരിയൽ മേടിച്ചിട്ട് സാരി ആയിട്ട് കാണിച്ച് ഒരു തവണ കൊടുത്തായിരുന്നു. ആ മെറ്റീരിയലാണ് നമ്മള് ഈ ഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ഔട്ട്ഫിറ്റ് ഫ്രം സാരി എന്ന് പറഞ്ഞുകൊണ്ട് ഇടാനായിട്ട് ഇവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടപ്പറ്റില്ല, ഇതൊന്നിട്ട് ആരും കളിയല്ല. എന്നെ വെല്ലു വിളിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് വൈറലാവും നോക്കിക്കോ, ഇത് ആൾക്കാർ ഇവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരും കളിയല്ല, കണ്ടില്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്തോ നൈസി പറയും, ഇത് കാണിയല്ലോ എന്ന് ഞാൻ എഴുതി വെച്ചത്. അങ്ങനെ ഞാനും നൈസിയും കൂടി ഇത് പറഞ്ഞു എന്തായാലും നിന്റെ ആരും കാണുന്നില്ല, നീ ഇതിട്ടോ അങ്ങനെ പറഞ്ഞു. എന്തായാലും ആരും കാണുന്നില്ലല്ലോ, സാരിയില്ല ഈ ടൈറ്റിലിൽ തന്നെ നീ ഇടാൻ പറഞ്ഞു. അങ്ങനെ അത് ഇടുന്നു. ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അറിയാമോ, ഒരു വ്യൂ 3 വ്യൂ. സാധാരണ എന്റെ ഈ വീഡിയോ ഞാൻ എന്തിട്ടാലും 1000-2000 പേര് കാണും, ഒരു ദിവസം കാണുമായിരുന്നു. അത് പിന്നെ അത് സ്റ്റക്കാണ്, 1-2 ദിവസമാണ് 1K ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരും കാണത്തില്ല, സ്റ്റക്കാണ്. അപ്പൊ ഇതിട്ട് ദിവസം അനങ്ങളില്ല, 3 വ്യൂ 4 വ്യൂ. സത്യമായിട്ടും ഇതുവരെ അങ്ങനെ ഒരു വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നാൻസി കണ്ട പിന്നെ ഔട്ട്ഫിറ്റ് ഫ്രം സാരി 3 വ്യൂവിന് നിക്കുവാണ്, ഒരു പട്ടിക്കുഞ്ഞു പോലും കാണുന്നില്ല. ഞാൻ മറ്റേ വിഷമ വെള്ള പുറത്ത് കാണിച്ചപ്പോ ഞാൻ ചിരിച്ചൊക്കെ തള്ളി. പക്ഷേ മറ്റേ ഉള്ളിൽ 5 വ്യൂ ഞാൻ നോക്കുമ്പോ 5 വ്യൂ നിക്കുക. ഇതുപോലൊരു വ്യൂ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ കളിയാക്കുവാനാണ്. അപ്പൊ നാൻസി ഇങ്ങനെ നിനക്ക് ഒരു കാര്യം ചെയ്യും, ഇനിയുള്ള വീഡിയോസിൽ നിനക്ക് ഇഷ്ടമുള്ളത് നീട്ടോ. പരാജയം സമ്മതിച്ച് ഇനി ആ ഏരിയയിലോട്ട് പോകണ്ടെന്നുള്ള രീതിയിലെത്തി. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോ നമ്മളെ വീഡിയോ കേറാൻ തുടങ്ങി. കേറി നമ്മൾ തന്നെ ഞെട്ടിച്ച് പോയി. അത് 80,000-70,000 ഒരു റേഞ്ചിലോട്ട് പോയി. അപ്പൊ 80 എന്നൊക്കെ പറഞ്ഞ നമുക്ക് എന്താ, നമുക്ക് ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ അതിങ്ങനെ വല്ല മൂവ് ചെയ്തോണ്ടേ ഇരിക്കുക. ഓരോ ദിവസവും ഇത്രയാവുന്നു. അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തന്നു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് എന്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് കിട്ടണേ. ഇവള് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാനതിൽ ഇൻവോൾവ് ചെയ്യാറേയില്ല. മറ്റേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും ഞാൻ നോക്കാറേ ഇല്ല, യൂട്യൂബ് ചാനൽ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, മൈൻഡ് പോലും ചെയ്യാറില്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്ന ഫോണുകൊണ്ടാണ്. അത് ഞാൻ അതിനിടയ്ക്കും എന്റെ ഫ്ലോ പോകാതിരിക്കാനായിട്ട് ഡെയിൻമേലൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ അങ്ങനായിരുന്നു. അപ്പം ഇത് എന്റെ ഒരു വീഡിയോ വന്നപ്പോഴത്തേനും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കാണാനായിട്ട്. കാരണം ഞാനാണല്ലേ ഈ ഇങ്ങനെയൊക്കെ നടക്കണത്. അപ്പൊ അത് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പൊ എന്റെ ഫോണിൽ നോക്കും വ്യൂസ് ഇത്ര. പിന്നെ ഐസയുടെ ഫോണിൽ നോക്കുമ്പോ കറക്റ്റ് വ്യൂസ് നമ്മുടെ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാല് നമുക്ക് എത്ര കറക്റ്റ് അപ്പം നടക്കുന്നത് നോക്കാൻ തുടങ്ങി. അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പാരീസിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തെടുത്തുനിന്ന് ഞാനൊരു തുണി വാങ്ങിയിട്ടുണ്ടായിരുന്നു, മഞ്ഞ കളറിലൊരു തുണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ സ്റ്റിച്ച് അല്ല, അതായത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ പോകുമ്പോ ഡെയിലി മാറി മാറി ഇടാനായിട്ട് വേണ്ടി മേടിച്ച തുണിയാണെങ്കിലും അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പൊ അതും ഞാൻ ഒരു ദിവസം രാത്രിയിൽ അതൊരു ഡ്രസ്സാക്കി മാറ്റി. അപ്പൊ ശനിയാഴ്ച പറ്റുവാണ് ഡ്രസ്സ് ആക്കണത്. അപ്പം പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ ആ ഡ്രസ്സ് പള്ളി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അതും ഞാൻ ഇതുപോലെ ഒരു ഷോർട്സിന് വേണ്ടിട്ട് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പള്ളി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും കിയാരയ്ക്ക് പള്ളി പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോ അകത്തോട്ട് കയറാൻ ഇച്ചിരി വഴിയൊക്കെ തന്നെ നിക്കണം. അപ്പൊ ഞാൻ വീടിന്റെ വാതിൽക്കൽ കൂടി കിയാനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഞാൻ അങ്ങോട്ട് ഓടുന്നു. ഞാനിപ്പോ അവളെ നോക്കി ഇങ്ങനെ നട റോട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നൈസ് ചുമ്മാ ഫോണും കൊണ്ട് വന്ന് വീഡിയോ എടുത്ത്. അപ്പൊ ആ വീഡിയോയിൽ കിയയുടെ ഓട്ടോ ഒക്കെ കാണാം, ബാക്കിലെ കിയ ഓടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ ഷോർട്സ് ഇട്ട് അതും ഇതുപോലെ തന്നെ കേറി നമ്മള് വിചാരിക്കാത്ത രീതിയിൽ അതും കേറി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ അതായത് ഇത് കേറുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇതുപോലെ ഇട്ടാൽ നമുക്ക് കയറും, സബ്സ്ക്രൈബേഴ്സും കയറും. അതായത് നമുക്ക് എത്ര ഇപ്പൊ 80K എന്നൊക്കെ അത് രണ്ടും ഷോർട്സ് ആണ്. ഷോർട്സും മണിക്കൂറും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത്ര നാളും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നില്ല. 700 സബ്സ്ക്രൈബേഴ്സിലൊക്കെ നിൽക്കും. ഇവർക്ക് അവേഴ്സ് കയറുന്നുണ്ടെങ്കിൽ എന്റെ ടെൻഷൻ അതല്ല, 4000 അവർ കംപ്ലീറ്റ് ചെയ്താൽ 1000K കഴിയുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്.
പക്ഷേ ഷോർട്സ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ എന്തോ ആദ്യത്തെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തികഞ്ഞു. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയപ്പോ നമുക്ക് സന്തോഷം വന്നു. ഷോർട്സിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കിട്ടുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെ നമ്മൾ ഷോർട്സ് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഷോർട്ടിന്റെ ഡ്രസ്സുകൾ ഇറക്കി, അതായത് എന്റെ ഇവള് സെൽഫ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞ നാൻസി ഇവക്ക് ഒട്ടും താല്പര്യം ക്യാമറ നോക്കിയൊക്കെ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷോർട്സിൽ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഷോർട്സിൽ എനിക്ക് വെറുതെ ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതി. മിനിറ്റുള്ള സാധനമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇതിന് വീഡിയോക്ക് വേണ്ടിട്ട് ഭയങ്കര പാടല്ലേ ഇങ്ങനെ ഇരിക്കാനായിട്ട്, ഇരുന്ന് സംസാരിക്കണം. എന്നിട്ട് ഇവള് പറയണതൊക്കെ മുഴുവൻ അത് തെറ്റാ പറയണത്. ഷൂട്ട് ചെയ്യാൻ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സീരിയലില് മറ്റേ പറഞ്ഞു കൊടുക്കത്തില്ലേ, സൈഡിൽ നിന്ന് ഡയലോഗ് പറഞ്ഞിട്ട് നമ്മൾ ക്യാമറ നോക്കി ഇങ്ങനെ അഭിനയിക്കണ പോലെ സെറ്റപ്പാ. എന്റെ സൈഡിൽ നിന്നിട്ട് അടുത്തത് ഇത് പറയണം, അടുത്തത് അത് പറയണം, ബ്ലണ്ടറുകളാ പറയണത്. കാരണം ഇങ്ങനെ വീഡിയോ നോക്കി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പണ്ടൊക്കെ നമ്മൾ കിരൺ വിഷസ് കണ്ടേച്ച് നമ്മള് ഞാൻ കണ്ണാടിന്റെ മുന്നിൽ നിന്നൊക്കെ ഹായ് വെൽക്കം ടു അവർ ഷോ എന്നൊക്കെ പറഞ്ഞ ഹലോ നമുക്ക് ആരാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കോളേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അന്നത്തെ കാലം. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അത് ആൾക്കാർ കാണുന്നതാണ് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവുമല്ലോ നമ്മള്. പിന്നെ നമുക്കിങ്ങനെ അയ്യോ എന്നെ കാണാനായിട്ട് കൊള്ളത്തില്ല അങ്ങനത്തെയൊക്കെ കുറെ ആവശ്യമില്ലാത്ത കൺസേണും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും. അപ്പൊ കാരണം നമ്മൾ കാണുന്ന എല്ലാവരും ഭയങ്കര സുന്ദരികളും തരണീയ മണികളുമായ എല്ലാരും കാണാൻ നല്ല ഭംഗിയുള്ള പിള്ളേരാണ്. അപ്പം ഞാനൊരുമാതിരി എനിക്ക് എന്നെ തന്നെ ഒരു വിലയില്ല, ഞാൻ കുഞ്ഞാണ് അങ്ങനത്തെ ഒരു തോന്നലാണ് എന്റെ ഉള്ളില്. അപ്പം അങ്ങനെയൊക്കെ അത്രയും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ട് നൈസിക്ക് വേണ്ടി ഞാൻ വന്ന് എന്ത് പണ്ടാരയിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനം വേണമല്ലോ. ഞാൻ സമാധാനം കൊടുക്കത്തില്ല, നിനക്കറിയാം പണ്ട് എടി എനിക്ക് വേണം, എനിക്ക് മണിക്കൂർ തികച്ചേ പറ്റുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ രണ്ടുപേരും കൂടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ല ഞാൻ ബാക്കിൽ ഇരുന്ന പറഞ്ഞത്, നീ തന്നെ പറഞ്ഞത്. ആണോ? അങ്ങനെ എങ്ങനെയോ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഇതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിച്ചപ്പോഴത്തേനും അത് നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ടായി. ഒരു 10,000 20,000 അതിങ്ങനെ ഡെയിലി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെയിലി ഒറ്റ കയറ്റം അല്ല അവിടെ, നമുക്ക് ഒറ്റ കയറ്റം അല്ല, ഇങ്ങനെ പയ്യെ പയ്യെ കേറുന്നു. അടി ഓഫ് ആയി ക്യാമറ, ഇല്ല, പയ്യെ പയ്യെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പയ്യെ കേറിയിട്ട് ഞങ്ങളിങ്ങനെ ആ 4000 ആകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നാൻസി നമ്മൾ ഈ വീഡിയോ നോക്കിയിരുന്നാൽ ചെയ്യാതില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. കാരണം ഇന്ന് നമ്മളിടുന്ന വീഡിയോയുടെ റവന്യൂ ഒരിക്കലും നാളെ കയറത്തില്ല, മറ്റന്നാളെ കയറുള്ളൂ. അതുമായിട്ട് നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം വെറുതെ നഷ്ടമായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കിയാരയ്ക്ക് കുറച്ച് ഡ്രസ്സുകൾ ഇവള് തയ്ച്ചേക്കുന്നതുണ്ട്, അതെടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ തയ്ച്ച കുട്ടിയെടുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി അതും ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ബ്രോഡ്വേ പോവുകയാണ്. അപ്പൊ ഇത് 4000 മണിക്കൂർ ആകുന്നത് കാണാനായിട്ട് എന്തോരം ആഗ്രഹിച്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ തുടക്കക്കാര് യൂട്യൂബിൽ ഒരുപാട് ചാനലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു വികാരം, നമ്മളിങ്ങനെ ഇടുന്ന ഒരു വീഡിയോ കയറുന്നതെന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമെന്നാ നാൻസി ഇച്ചിരി മണിക്കൂർ ഉണ്ടെങ്കിൽ 4000 അങ്ങനെയൊക്കെ നോക്കിയിരിക്കും. ഞങ്ങള് ബ്രോഡ്വേയിൽ പോകുന്നു, എന്തോ ഒരു ആവശ്യം നീ ഓർക്കുന്നില്ലേ, പോയിട്ട് അന്ന് നമ്മള് 4000 ആകുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ നേരത്തെ എന്ത് ചെയ്യാൻ പറ്റിയെന്ന് അറിയാവോ? ഇതായിപ്പോയി യൂട്യൂബിൽ ഇടയ്ക്ക് ഇങ്ങനെ ബഗ് കയറും. ആ സമയത്ത് അവർ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നമുക്കൊന്നും കാണാൻ പറ്റില്ല, മണിക്കൂറും കാണാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അത്രയ്ക്ക് ത്വരയോടുകൂടി ഞാൻ ഓർത്തിരുന്നതാണ്. ഇവർക്ക് അത്ര ഞാനൊന്നും നോക്കാറൊന്നുമില്ല. ഞാൻ ഇതിലൊക്കെ നൈസിയുടെ കൂടെ നിൽക്കും, ഇവിടെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ അതിനുവേണ്ടി നിൽക്കും എന്നല്ലാണ്ട് എനിക്ക് താല്പര്യം ജനിച്ചിട്ടില്ല അതിലേക്ക്. അപ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ. അങ്ങനെ ബഗ് കയറുന്ന സമയത്ത് ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, 2 ദിവസത്തേക്ക് നമുക്ക് കേറുന്ന മണിക്കൂർ നമ്മുടെ സബ്സ്ക്രൈബർ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല, റവന്യൂ കയറുന്നത് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പൊ നാൻസിന്റെ പറഞ്ഞു എനിക്ക് പേടിയായി പോയി, നാൻസി നമ്മുടെ ചാനലിൽ ഏതോ ബഗ് കയറി. നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും ബഗ് എന്താണ് ഇതിന് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടന്റെ പേര് തരുന്നത്, ചാനലിന്റെ പേര് യൂട്യൂബ് കോർണർ മലയാളം. യൂട്യൂബ് കോർണർ. ആ ചേട്ടന്റെ വീഡിയോസ് കണ്ടാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, മോണിറ്റൈസേഷൻ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യാനുണ്ട്. അതെല്ലാം ആ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യണത്. അപ്പം ആ ചേട്ടനോട് വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഒന്നും അറിയാത്ത പൊട്ട പിള്ളേരായിരുന്നു
പുള്ളിയുടെ വീഡിയോ എന്റെ ഫോണിൽ പ്ലേ ചെയ്തേക്കും. ഇപ്പുറത്തെ നൈസിന്റെ ഫോണിൽ ഇത് ചെയ്യും. നൈസ് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യത്തില്ല. എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടെ കൂടി വേണം എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാനും കൂടി ഇരുന്നിട്ട് ഇതെല്ലാം ചെയ്യത്തുള്ളൂ. അപ്പൊ ആ ചേട്ടന്റെ വീഡിയോ നമ്മൾ കയറി നോക്കിയപ്പോഴത്തേനും പുള്ളി പറഞ്ഞു ഇങ്ങനെ ബഗ് കയറിയിട്ടുണ്ട്, 2-3 ദിവസത്തേക്ക് സ്റ്റക്ക് ആയിരിക്കും, ആരും പേടിക്കണ്ട. ആ ചേട്ടന്റെ ആരും പേടിക്കണ്ട കേട്ടാണ് നമുക്ക് സമാധാനം, സന്തോഷമായി. ചേട്ടൻ പറഞ്ഞല്ലോ ആരും പേടിക്കണ്ടെന്ന്. അങ്ങനെ പിന്നെ ആരും പേടിച്ചില്ല. പക്ഷെ 4000 മണിക്കൂറായ ആ ശുഭമുഹൂർത്തം ഞങ്ങൾ കണ്ടില്ല. കാരണം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആവുമ്പോ ആ സാധനം ഇതില്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, യൂട്യൂബ് ചാനലുള്ളവർക്ക് ആ ഇങ്ങനെ ബ്ലൂ കളറിൽ ഇങ്ങനെ വരും, ആ സാധനം പിന്നെ ഉണ്ടാകത്തില്ല, കംപ്ലീറ്റ് ആവും. അത് എന്റെ പുതിയ സാധനങ്ങൾ. പിന്നെ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണത് ഫുള്ള് നമ്മള് യൂട്യൂബ് കോർണർ മലയാളം ആ ചാനലിൽ നോക്കിയിട്ടാണ് ഫുള്ളും ചെയ്തത്. ഇങ്ങനെ ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് ഇതുപോലെയുള്ള ടെക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിനൊന്നും പോയൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ സൂക്ഷിച്ചും കണ്ടു. അത് ചെയ്യുമ്പോഴൊക്കെ ശരിക്കും സൂക്ഷിക്കണം. നമ്മുടെ ചെറിയ മിസ്റ്റേക്ക് മതി, ചെറിയൊരു മിസ്റ്റേക്ക് നമ്മള് മാക്സിമം നോക്കി അതൊരു പെസഹ വ്യാഴമായിരുന്നു കേട്ടോ. പെസഹ വ്യാഴത്തെയാണ് ഞങ്ങള്, കാരണം ഞാൻ ഓർക്കുന്നുണ്ട് സാധാരണ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോ ഞാൻ അമ്മേനെ സഹായിക്കാനായിട്ട് ചെല്ലണതാണ്, തേങ്ങ ചേർട്ടാനും ഒക്കെ എല്ലാത്തിനും. അന്ന് ഞങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കും. അമ്മയ്ക്കും കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം നമ്മളിത് ചെയ്യുവാണല്ലോ, എന്തോ വലിയ കാര്യം ചെയ്തോണ്ടിരിക്കും. എന്റെ മക്കൾ രക്ഷപ്പെട്ടു മോണിറ്റൈസേഷൻ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ നാൻസിയും കൂടി ഇരുന്ന് ഇത് ചെയ്യുന്നു. കിയാന ജേസന്റെ കൂടെ പറഞ്ഞു വിടുന്നു, അമ്മ അടുക്കളയിൽ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ മോണിറ്റൈസേഷന്റെ ചെയ്യുന്നു. അപ്പൊ പിറ്റേ ദിവസം 2 ദിവസം കഴിയാൻ നേരത്ത് നമുക്ക് ഇതെല്ലാം കോമഡി ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയില്ല. കാരണം ഈ പുള്ളി പറയുന്ന എല്ലാം അനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണോ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് മറ്റേ പിൻ വരും കേട്ടോ. അതെ, നമ്മുടെ അഡ്രസ്സിലോട്ട് ഇങ്ങനെ ഒരു OTP വരും. ആ OTP വേണം നമ്മൾ ഇതിനകത്തോട്ട് അടിച്ചു കൊടുക്കാനായിട്ട്. അത് ഭയങ്കര രഹസ്യമായിട്ട് നമുക്ക് വരുന്നൊരു സാധനമാണ്. അപ്പൊ അത് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ ശരിയാണോ, നമ്മൾ ചെയ്തേക്കണ ശരിയാണെന്ന്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ കാരണം ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക പോസിറ്റീവ് വരാനായിട്ട്. അപ്പൊ എനിക്ക് ദിവസമൊക്കെ പറയും കേട്ടോ, ഇത്ര ദിവസത്തിനുള്ളിൽ. കാരണം നമ്മൾ ചെയ്തേക്കണം ശരിയാണ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ. കാരണം ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് പ്രശ്നമാണ്. കാരണം അവർക്ക് ഇങ്ങനെ അഡ്രസ്സുകൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ, പെർമനന്റ് അഡ്രസ് ഇല്ലല്ലോ. സ്ഥിരമായിട്ട് അഡ്രസ് ഉണ്ടെങ്കിൽ നമ്മുടെ അങ്ങോട്ടേ വരുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പെർമനന്റ് ആണല്ലോ, കുഴപ്പമില്ല. അങ്ങനെ അഡ്രസ് കൊടുക്കുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിൻ നമ്പർ വന്നു, പിൻ നമ്പർ അടിച്ചു കൊടുത്തു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇതൊക്കെ പിൻ നമ്പറൊക്കെ വരാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഗൂഗിളിന്റെ ഓഫീസിൽ നിന്ന്, മുംബൈയിൽ നിന്ന് അങ്ങനെ എല്ലാം ശരിയായി. നമുക്ക് ഡോളറിന്റെ സംഗതി വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഓർത്തന്നെ അറിയാം, ഇപ്പൊ ഇങ്ങോട്ട് ഡോളർ ഇങ്ങോട്ട് വരും. നമ്മള് ഷോർട്സ് ഇട്ട് കഴിയുമ്പോ നമുക്ക് മനസ്സിലായി. ആദ്യം കയറി എത്രയെന്ന് അറിയാമോ? ഞാനിപ്പോ പൈസ കണക്ക് പറയാട്ടോ, 9 പൈസ. പിറ്റേ ദിവസം, അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ ആയ പിറ്റേ ദിവസം നമുക്ക് കയറുന്നത് 9 പൈസ. അതായത് $1 തികച്ചില്ല. അപ്പൊ ഞാൻ നാൻസിനെ പറഞ്ഞു, നാൻസി തീർന്നടി, ഇത് എന്ന് $100 ആവാനാണ്, $100 എന്നായിട്ട് പൈസ വരാനും. ഇങ്ങനെ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം നമുക്ക് ഓടുന്ന, അതായത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇഴഞ്ഞാണെന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ നീങ്ങിയിട്ട് പോലും നമുക്ക് ഒരു ദിവസമൊക്കെ കയറുന്നത് $1 കയറുന്നത് അത്ഭുതം പോലെയാണ്. ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി, 1 ലക്ഷം പേര് കണ്ടാലാണ് $1 കിട്ടുന്നത്. അപ്പൊ ഓക്കെ, തീരുമാനമായി. ഫസ്റ്റ് മാസം പൈസ കിട്ടിയില്ല, $98 $2 കൂടി വേണമായിരുന്നു. $2 കൂടി തികയാന്നുകൊണ്ട് ആ മാസം ക്ലോസ് ആയി. ഓരോ മാസം അവർ ക്ലോസ് ചെയ്യും ഒരു ദിവസം ആകുമ്പോൾ. അതായത് 1-2 തീയതി വരാൻ നേരത്ത്, 2-ാം തീയതി വരാൻ നേരത്ത് നമ്മുടെ കഴിഞ്ഞ മാസത്തെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത മാസത്തെ തുടങ്ങുള്ളൂ. അപ്പൊ 98 ഞങ്ങള് സ്റ്റക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല, ആ മാസം കിട്ടിയില്ല. ആ മാസം നമുക്ക് പൈസ കിട്ടിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് റവന്യൂ പറയാം, ഞങ്ങളിവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇതുവരെ നമ്മളത് വെളിപ്പെടുത്തില്ല. എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടിയപ്പോ തന്നെ പരസ്യപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് വേണ്ട, ഇച്ചിരി കൂടെ കഴിയട്ടെ, നമുക്കൊന്നും ആയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പയ്യെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പരസ്യപ്പെടുത്തായിരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് റവന്യൂ എന്ന് പറയുന്നത് 20,000 രൂപയായിരുന്നു. അത് 2 മാസത്തെയാണ് കേട്ടോ, അതായത് നമുക്ക് 10,000 വെച്ചിട്ടുള്ളൊരു കണക്കായിരുന്നു. അതായത് ആദ്യത്തെ മാസത്തെ 8,000 രൂപയും പിറ്റേ മാസത്തെ എത്ര 13 സംതിങ്ങും കൂടി നമുക്ക് 20,000 ചില്ലറ രൂപയാണ് നമുക്ക് കിട്ടിയത്, നമ്മുടെ ആദ്യ വരുമാനം. എന്ത് തന്നെ ആയാലും നമുക്ക് ആ 20,000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുമോ എന്നുള്ളൊരു സംശയം. അപ്പൊ ഈ യൂട്യൂബ് കോർണറിലെ ചേട്ടൻ പറയുന്നുണ്ട് ചിലവർക്ക് പൈസ ഉടനെ കിട്ടില്ല, 3 മാസം യൂട്യൂബ് തടഞ്ഞു വെക്കും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തടഞ്ഞു വെക്കും. പുള്ളിക്ക് അങ്ങനെയാണ് പുള്ളി പറഞ്ഞു. അപ്പൊ ഞങ്ങള് തീർന്ന്, എടീ 3 മാസം തടഞ്ഞു വെക്കൂടി നമുക്ക് കിട്ടില്ല. എന്നിട്ട് നൈസിക്ക് ആ ഒരു സമയത്ത്
നമുക്ക് പൈസ കിട്ടേണ്ട ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ ഏതോ 22-ാം തീയതിയോ മറ്റുമാണ് പൈസ വരുന്നത്. 21, 22, 23 ദിവസങ്ങളിലാണ് ക്രെഡിറ്റ് ആവുന്നത്. 26 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ദിവസം നൈസിക്ക് എന്തോ ഒരു മെസ്സേജും വന്നു ബാങ്കിൽ നിന്ന്. എന്തോ മെസ്സേജ് എന്താണെന്ന് ഞാനിപ്പോ അഡ്വാൻസ് ഇന്റിമേഷൻ മെസ്സേജ് ആണ് വന്നത്. കാരണം നിങ്ങൾക്ക് ഇത്ര ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരാൻ പോകുവാണ് എന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ബാങ്ക് മെസ്സേജ് അയച്ചതാണ്. ഞാനത് വായിച്ച പാടെ രാത്രി പോയടി പോയി അതെന്താന്ന് പോലും വായിച്ചില്ല. എന്താന്ന് പോലും വായിക്കുന്നില്ല. നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്താണെങ്കിലും ആ വീഡിയോ കണ്ട മൊമെന്റിൽ നമുക്ക് മെസ്സേജ് വരും. 3 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അത് ബാങ്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആകാനും സാധ്യതയുണ്ടെന്ന് പറയാം. കാരണം ഡോളർ ആണല്ലേ നമുക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നത്. ബാങ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല. അങ്ങനെ ഒരു സംഗതി നമ്മൾ വീഡിയോ കണ്ട് മൊമെന്റിൽ നൈസിന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്. അപ്പൊ നമ്മൾ ഉറപ്പിച്ച് നമുക്ക് ഈ ബാങ്കിന്റെ പ്രശ്നമുണ്ട്, ഇനി ബാങ്കിൽ ചെന്ന് ക്ലിയർ ചെയ്യണമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അതും ടെൻഷൻ. അങ്ങനെ ആകപ്പാടെ ടെൻഷൻ. എന്നാ ആ മെസ്സേജ് എടുത്ത് തുറന്നു വെച്ച് മര്യാദ വായിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. പക്ഷെ അതൊന്നും വായിക്കാൻ നമുക്ക് ചില സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ അർത്ഥമല്ല വായിച്ചെടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു അർത്ഥം ഉണ്ടാവും, നമുക്ക് ആ അർത്ഥം മതി. അതായത് അവരയച്ചങ്ങനെ അർത്ഥം വേണ്ട, നമ്മുടെ ഉള്ളിൽ അർത്ഥമേ നമ്മളപ്പോ എടുക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് പിന്നെ അന്ന് തന്നെ പൈസ അന്ന് തന്നെ ഒരു 8 മണി രാത്രി ഏതാണ്ടൊക്കെ തന്നെ നമുക്ക് അക്കൗണ്ടില് പൈസ വന്നുള്ള മെസ്സേജ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒന്നാമത്തെ നിലയുടെ പണി നടക്കുന്ന സാധാരണ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം വേണമല്ലോ. ആ റൂമിന് വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മൾ നല്ല കടമൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിനുള്ള പൈസ അത് മാത്രമല്ല, ആ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടക്കാൻ നേരത്ത് നമുക്ക് അതിനൊക്കെ ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് നമ്മൾ ഇതുവരെ നമുക്കൊരു പേഴ്സണൽ ആയിട്ട് നമ്മൾ അതിനകത്ത് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് നിലവിൽ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു ട്രൈപോഡ് മാത്രമാണ്. അല്ലാണ്ട് മൈക്കില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. നാച്ചുറല മൈക്കില്ല. ഈ മൈക്കില്ലാത്തതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമാട്ടോ. എന്റെ പൊന്നെ, ഒരു വീഡിയോയുടെ വോയിസ് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാന്ന് പറയാമോ. ഇതിങ്ങളുടെ ഒക്കെ വായടപ്പിക്കണം. അപ്പുറത്തെ പട്ടിയുടെ വായടപ്പിക്കണം. എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് പറയണത്. ചില സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ഫോണിലാണ് ചെയ്യുന്നത്. വലിയ ഫയലൊക്കെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫോൺ ഹാങ് ആയിട്ട് സ്റ്റക്കായി നിൽക്കും, അനങ്ങത്തില്ല. പല സമയങ്ങളിലും എനിക്ക് എന്റെ ക്ഷമ നശിച്ചു പോകാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാം ഓക്കെ പറഞ്ഞിട്ട് പിന്നെ പല രീതിയിലോട്ട് പയ്യെ ചെയ്യാം. നമുക്ക് ഒരുപാട് പൈസ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പണയം വെച്ചിട്ടോ ഒക്കെ എല്ലാം ഇതൊക്കെ സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പേടിയാട്ടോ. ഞങ്ങൾ കടം എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് കൂടാണ്ട് ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം എന്നാൽ ഇതിന് പൈസ കിട്ടുന്നതാണല്ലോ, അതുകൊണ്ട് അതെല്ലാം മേടിച്ചേക്കാന്ന് വിചാരിച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ മാസം പൈസ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വരുമാനമല്ല. കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാന്നുള്ളൊരു മൈൻഡിലോട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈക്ക്, നൈസിക്കിന് മൈക്ക് വേണം, എനിക്ക് അയൺ ബോക്സ് വേണം. അയൺ ബോക്സ് ഇല്ലാതാണ് ഒരാൾ സ്റ്റിച്ച് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാണക്കേട്. ഇവിടുത്തെ അയൺ ബോക്സ് ഇവിടെ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഒരെണ്ണം ഉണ്ട്. അത് എന്റെ പ്രായമുള്ള അയൺ ബോക്സ് ഏതാണ്ടാ. അയൺ ബോക്സ് സ്റ്റീം അയണർ വേണം, സ്റ്റീം അയണർ വേണം, നല്ലൊരു അയൺ ബോക്സ് വേണം. ഇപ്പോഴത്തെ അയൺ ബോക്സിൽ അയൺ ചെയ്യുമ്പം ഇങ്ങനെ നിവരണ പോലെയൊക്കെ നമുക്കൊരു ഇല്യൂഷൻ വരും. 5 മിനിറ്റ് കൊണ്ട് തന്നെ അതല്ല. അപ്പൊ തേച്ച് ഇങ്ങനെ മാറി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ വെറുതെ എന്റെ ടൈം കളഞ്ഞാണ്. അത് തേച്ചിട്ട് നിവരില്ല, ചുളുക്കൊന്നും നിവരില്ല, ഭംഗിയില്ലാണ്ടാവുകയാണ് ആ തുണിയൊക്കെ. അപ്പൊ അതുകൊണ്ട് അയൺ ബോക്സ് മസ്റ്റ് ആയിട്ടും വേണം. അത് നമ്മള് അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ ഉടനെ തന്നെ അയൺ ബോക്സ് വാങ്ങും. പിന്നെ ഒരുപാട് സാധനം ഉണ്ട്. ഫോൺ തന്നെയാണെങ്കിൽ ഇത് ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? ഫോണൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിലൊക്കെ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് കാണാനൊരു ഇൻട്രസ്റ്റ്. ഫോൺ ഒരെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോൺ വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണം? അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് എല്ലാം ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് എല്ലാ മാസവും എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെലവുകൾ വരുന്നുണ്ട്. ചെലവുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് മാത്രം പൈസയൊന്നും കിട്ടുന്നില്ല കേട്ടോ. വളരെ ഒരു മിനിമലായിട്ടുള്ള പൈസ കിട്ടുന്നുള്ളൂ. ഒരുപാട് വരുമാനം കിട്ടുന്നവരുണ്ട്. ഇടുമ്പോ തന്നെ ലക്ഷക്കണക്കിന് പേര് കാണുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടും. നമ്മുടെ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, 20,000, 15,000, 25,000 ആ ഒരു റേഞ്ചിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല തുള്ളി പെരുവെള്ളമില്ലേ, അങ്ങനെ പെരുവെള്ളം എന്ന് വെച്ചാൽ വലിയ വെള്ളമൊന്നുമല്ല, ചെറിയൊരു വെള്ളം, പല തുള്ളി
ആ ഒരു കിട്ടുന്ന ഒരു പൈസയാണ് വീഡിയോ എടുക്കാനും ഇടാനും വോയിസ് കൊടുക്കാനും എല്ലാത്തിനും ഉള്ള ഒരു പ്രചോദനം. എനിക്ക് കിട്ടുന്ന പ്രചോദനം അതാണ്. എന്തെങ്കിലും നമ്മളൊന്ന് ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പൈസ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെന്താണ്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എനിക്കിപ്പോ ഇവിടെ സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ യൂട്യൂബിന്റെ റവന്യൂ നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. കോമൺ യൂസിന് വേണ്ടിയാണ് കോമൺ യൂസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ഇപ്പോഴും. അല്ല, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ഇപ്പൊ ഇങ്ങനെ ഒരു ഇതൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ആണല്ലോ അമ്മ ഇത് ഇറക്കി അയക്കുന്നത്. അതുകൊണ്ട് കോമൺ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സത്യത്തിൽ അമ്മയ്ക്ക് അമ്മയുടെ പൈസ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ടും അമ്മ അതിന് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ നമ്മൾ ഒരിക്കലും അമ്മ തന്നെ അത് അടച്ചോട്ടെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. മാക്സിമം കിട്ടുന്ന പോലെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് അമ്മ ചെയ്തോളും. നമ്മള് ഒന്നിന്റെ പോലെ തള്ളു അല്ല, നമ്മള് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി നമുക്കൊരു 100K സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ കേക്ക് മുറിക്കലോ പടക്ക പൊട്ടിക്കലോ അതോ ഒരു പരിപാടി ഇല്ല. അതിനോട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾക്ക് ഒരു സമ്മാനം തരിക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മള് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ പേരിട്ട് കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്യണം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് സമ്മാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു ലോട്ടറി പോലെയാണല്ലോ, കിട്ടിയ പോയെന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിട്ട് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ പേരല്ല ഈ വീഡിയോയുടെ താഴെ വരുന്ന അത് നമ്മൾ നാളെ ഒരു ദിവസത്തേക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇന്ന മാനദണ്ഡമൊന്നുമില്ല. കമന്റ് ഇടുന്ന എല്ലാവരുടെയും പേര് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ കുലിക്കിട്ട് നമ്മൾ ഒരാളെ എടുക്കും. ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് സമ്മാനമായിട്ട് അവരുടെ മെഷർമെന്റിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും. ഡ്രസ്സ് നമ്മൾ തരും കേട്ടോ. അതാണ് നമ്മുടെ മെയിൽ അയക്കണം. അപ്പൊ അത് ആരെയാണോ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം. ഈ വീഡിയോയുടെ താഴെ കേട്ടോ, ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഇന്ന് ഒരു 7 മണി ആകുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ ഒരു 7 മണിയോടുകൂടി ക്ലോസ് ചെയ്യാം അല്ലേ? ഒരു ദിവസം നമ്മുടെ വീഡിയോ അല്ലെങ്കിലും അങ്ങനെയാട്ടോ. ഇടുന്ന ഒരു 1-2 ദിവസത്തേക്കുള്ള വ്യൂസേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓടാറില്ല. എന്തെങ്കിലും പറഞ്ഞാണെങ്കിലും കമന്റ് ഇട്ടാൽ മതി. ലാസ്റ്റ് നിങ്ങളെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് പറയണം. കാരണം യൂസർ ID ആയിരിക്കും പലരുടെയും കിടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ അതൊക്കെ പേര് നിങ്ങൾ പേര് നിങ്ങൾ എഴുതി ഇടണം കേട്ടോ. അപ്പൊ ആ പേരിൽ നിന്ന് നമ്മള് നറുക്കെടുത്തിട്ട് നമ്മളൊരു ഡ്രസ്സ് വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഒരു വിജയേ ഉള്ളൂ. കുറച്ച് വിജയികളോ വേണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ. സമയം വളരെ ഒരു പ്രധാനമാണ്. ഇപ്പൊ ഒരാൾക്ക് വേണ്ടിട്ട് നമുക്ക് നമ്മുടെ സമയം മാറ്റി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മള് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ഇടണം കേട്ടാ. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുവാണ്. ഇപ്പൊ മണിക്കൂർ കുറേ ആയി. ഇതെങ്ങനെ എഡിറ്റ് ചെയ്തിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.